ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു സ്നാക്കാണ്. ദീപാവലി സമയത്തൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തട്ടയുടെ പോലെയുള്ള ഒരു കർണാടക സ്റ്റൈൽ പലഹാരമാണ്. അതിൻ്റെ പേര് നിപ്പട്ട്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. നിപ്പട്ട് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. അരിപ്പൊടി, ഇവിടെ ഞാൻ കുറച്ച് പീനട്ട്സും പൊട്ടുകടലയും ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ റവ, എള്ള്, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കരിവേപ്പില. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വേണ്ടി വരും. ഇത് ഉണ്ടാക്കാനായിട്ടുള്ള എണ്ണയും വേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടിയും പൊട്ടുകടലയും മിക്സിയിലിട്ട് ഒന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇനി ഒരു പാനിൽ നമുക്ക് ഈ അരിപ്പൊടി ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിത് പാനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെറുതായി ചൂടാവുന്ന വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അരിപ്പൊടി നല്ലതായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു പാനിലേക്ക് മാറ്റാം. അതേ പാനിലേക്ക് ഞാൻ റവയും മൈദയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാവുന്ന വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മൈദയും റവയും നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് ഇനി ഇത് നമുക്ക് അരിപ്പൊടി ഇട്ട പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനി ഈ പൊടിച്ച കപ്പലണ്ടിയും പൊട്ടുകടലയുടെയും മിക്സ്ചർ ഇതിലേക്ക് ഇടുക. മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, എള്ള്. ഈ കരിവേപ്പില നമുക്കൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. കരിവേപ്പിലയും ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് ചൂടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള എണ്ണയാണ്. അപ്പോൾ ഞാൻ അവിടെ ചീനിച്ചട്ടിയിൽ എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനൊരു 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകാം. 2 ടേബിൾ സ്പൂൺ ചൂടുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് തരിതരിപ്പായിട്ട് വരണം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം വരെ ഒഴിച്ചിട്ട് ഇതൊരു മാവായിട്ട് കുഴച്ചെടുക്കാം. കുറച്ച് ടൈറ്റായിട്ട് കുഴച്ചെടുക്കാം. കുറേശ്ശെ ആയിട്ടേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ, ഒന്നായിട്ട് ചേർക്കരുത്. അപ്പോൾ ഞാനിത് ഒരു മാവാക്കി എടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴയ്ക്കരുത്. വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു മാവാക്കാനേ പാടുള്ളൂ. മാവ് നല്ലോണം ടൈറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം. ഇത് മാവ് ഡ്രൈ ആവാണെന്ന് തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയാൽ മതി. അപ്പോൾ ഒരു ഷീറ്റ് ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടി ഒരു ഷീറ്റും കൂടെ വയ്ക്കുക. എന്നിട്ട് മെല്ലെ ഇത് പരത്തുക. നേരിയതായിട്ട് പരത്തണം, അപ്പോഴേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ തിരിച്ച് പരത്തണമെങ്കിൽ ബട്ടർ പേപ്പർ ഒന്ന് തിരിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് പാല് കിട്ടുന്ന കവറില്ലേ, അതിൻ്റെ മീതെ വെച്ചിട്ടും നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇത് നല്ലോണം പരത്തിയിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ
ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഷീറ്റ് ഒന്ന് മെല്ലെ പൊക്കിയാൽ ഇതിന് മെല്ലെ വരും. ഈ ബാക്കി ഭാഗം പിന്നെയും ഒന്ന് പരത്തുക, കട്ട് ചെയ്യാം. ഷീറ്റിൻ്റെ അടിയിൽ കൂടി ഒന്ന് വലിച്ചാൽ കുറച്ച് മെല്ലെ ഹാൻഡിൽ ചെയ്യണം. റെഡിയായി സൈഡിലേക്ക് എടുത്ത് വയ്ക്കണം. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം പരത്തിയെടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യം മാവ് ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചാൽ മതി. ഒരു ചീൻചട്ടിയിൽ ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പരത്തി വെച്ചിരിക്കുന്ന നിപ്പട്ടിനെ ഇതിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ കുക്ക് ചെയ്യാം. നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഞാനത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഒരു പേപ്പർ നാപ്കിനിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ ചുട്ടെടുക്കാം. നിപ്പട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.